أيها الطلاب الأحباء السلام عليكم ورحمة الله مرحبا بكم جميعا إلى درس جديد. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ യൂണിറ്റ് 3-ലെ ഹലാവത്ത് സ്വദാഖ, കൈറല എന്നീ പാഠങ്ങളാണ് നാം പഠിച്ചത്. ഇന്ന് നമുക്ക് ഈ യൂണിറ്റിലെ 3-ാമത്തെ പാഠമായ ലുഗത്തുൻ ഹുൽവ എന്ന പാഠം പഠിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. ലുഗത്തുൻ ഹുൽവ ഇതൊരു പ്രസംഗമാണ്. പ്രസംഗത്തിന് അറബിയിൽ ഖുതുബ എന്ന് പറയും. നിങ്ങൾക്കറിയാം ഖുതുബ. അപ്പോൾ ഇതൊരു ഖുതുബയാണ്, ഒരു സ്പീച്ചാണ്. ശ്രദ്ധിക്കൂ. ലുഗത്തുൻ ഹുൽവ. അയ്യുഹൽ ഹഫലുൽ കരീം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അന മസ്റൂറുൻ ജിദ്ദൻ അലാ ഹുസൂലി ഹാദിഹിൽ ഫുറസത്തി الذهبية لإلقاء خطبة حول أهمية اللغة العربية. أولا أقدم شكري وتقديري لهذا البلد الطيب ولكل من بذلوا جهودهم لنشر هذه اللغة المباركة، وأنا متعجب بما علمت أن هذه اللغة تدرس هنا في روضات الأطفال والمدارس والكليات والجامعات. انظروا، ലുഗത്തുൻ ഹുൽവ. ലുഗത്ത് മാന ഭാഷ, ലാംഗ്വേജ്. ലുഗത്ത് ഭാഷ. ഹുൽവ എന്ന് പറഞ്ഞാൽ മധുരം എന്നാണ്. അപ്പോൾ മധുര ഭാഷ എന്നാണ് ഹെഡിങ്ങിൻ്റെ അർത്ഥം. ലുഗത്തുൽ ഹുൽവ, മധുരമായ ഭാഷ അല്ലെങ്കിൽ മധുര ഭാഷ. അതായത് ഈ പ്രസംഗത്തിൽ പറയുന്നത് അറബി ഭാഷയെ സംബന്ധിച്ചാണ്. അറബി ഭാഷയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഉദ്ദേശിച്ചത് അറബി ഭാഷയാണ്. ലുഗത്തുൻ ഹുൽവ, മധുരമായ ഭാഷ. അയ്യുഹൽ ഹഫലുൽ കരീം, മാന്യ സദസ്യരെ. പ്രസംഗത്തിൻ്റെ 1-ാമത്തെ ഭാഗമാണിത്, അഭിസംബോധന. നിങ്ങൾക്കറിയാം ഒരു പ്രസംഗത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകുക എന്ന്. ഫസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ സദസ്യരെ, ഓഡിയൻസിനൊക്കെ അഭിസംബോധന ചെയ്യും. അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് ഇവിടെ ഇപ്പോൾ ഈ കൊടുത്തത്. അയ്യുഹൽ ഹഫലുൽ കരീം, ആദരണീയരായ സദസ്യരെ അല്ലെങ്കിൽ മാന്യ സദസ്യരെ. ഹഫൽ എന്ന് പറഞ്ഞാൽ ഓഡിയൻസ്, സദസ്യർ. കരീം എന്ന് പറഞ്ഞാൽ ആദരണീയർ അല്ലെങ്കിൽ മാന്യരായ. അപ്പോൾ മാന്യ സദസ്യരെ. പിന്നെ തഹിയ്യത്ത് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, സലാം പറഞ്ഞു. ഇനി പ്രസംഗം തുടങ്ങുകയാണ്. അന മസ്റൂറുൻ ജിദ്ദൻ, ഞാൻ വളരെ സന്തുഷ്ടനാണ്, സന്തോഷമുള്ളവനാണ്. എന്തിന്? അലാ ഹുസൂലി ഹാദിഹിൽ ഫുറസത്തി ദഹബിയ, ഈ സുവർണാവസരം ലഭിച്ചതിൽ. ഹുസൂല് ലഭിക്കുക, ഫുറസത്തിൻ്റെ അർത്ഥം ചാൻസ്. അത് ദഹബിയ എന്ന് പറഞ്ഞാൽ സുവർണം, സ്വർണം എന്നാണ്, ഗോൾഡ്. അപ്പോൾ അൽ ഫുറസത്തു ദഹബിയ എന്ന് ഒന്നിച്ച് പറഞ്ഞാൽ ഗോൾഡൻ ചാൻസ് എന്നാണ്, അൽ ഫുറസത്തു ദഹബിയ. അപ്പോൾ നോക്കൂ, അന മസ്റൂറുൻ ജിദ്ദൻ, ഞാൻ വളരെ സന്തുഷ്ടനാണ്. അലാ ഹുസൂലി ഹാദിയിൽ ഫുറസത്തി ദഹബിയ, ഈ ഗോൾഡൻ ചാൻസ് എനിക്ക് ലഭിച്ചതിൽ. എന്തിന്? ലിഇൽഖാഇ ഖുതുബത്തിൻ, ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ. ഇൽഖാ ഖുതുബന, പ്രസംഗിക്കാൻ. ഹൗല അഹമ്മിയത്തിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച്. അഹമ്മിയത്ത് അർത്ഥം പ്രാധാന്യം. അപ്പോൾ ഒരു പ്രസംഗത്തിൽ എന്ത് ചെയ്യണം? പ്രസംഗിക്കാൻ പോകുന്ന ആ സബ്ജക്റ്റ്, ആ വിഷയം അതിൽ ആദ്യം സൂചിപ്പിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കുന്നത് ഇന്ന വിഷയത്തെ സംബന്ധിച്ചാണ് എന്ന് പറയണം. അത് ഇവിടെ വേറെ രൂപത്തിലാണ് പറഞ്ഞത്. അറബി ഭാഷയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നിങ്ങളുടെ മുമ്പാകെ എനിക്ക് പ്രസംഗിക്കാൻ ഒരു ഗോൾഡൻ ചാൻസ്, ഒരു സുവർണാവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ഇനി ഔവലൻ, ആദ്യമായിട്ട് ഉഖദ്ദിമു ശുക്രി, ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വ തഖദീരി, എൻ്റെ കൃതജ്ഞതയും അല്ലെങ്കിൽ എൻ്റെ കടപ്പാടും. ആർക്ക്? ലിഹാദൽ ബലദി ത്വയ്യിബി, ഈ നല്ല നാടിനു വേണ്ടി. അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ഈ നാടിന് എൻ്റെ ഈ നന്ദിയും കൃതജ്ഞതയും ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ആർക്കും? വലികുല്ലിമൻ ബദലു ജുഹൂദഹും, പ്രയത്നിച്ചവർക്കും. വലികുല്ലിമൻ, എല്ലാവർക്കും. ബദലു, അവർ ചിലവഴിച്ചിരിക്കുന്നു. ജുഹൂദഹും, അവരുടെ പരിശ്രമം എന്നൊന്നിച്ച് പറഞ്ഞാൽ പ്രയത്നിച്ച ഓരോരുത്തർക്കും. എന്തിനു വേണ്ടി? ലിനശ്രി ഹാദിഹി ലുഗത്തിൽ മുബാറക, ഈ അനുഗ്രഹീതമായ ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടി, അഥവാ അറബി ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടി പ്രയത്നിച്ച ഓരോരുത്തർക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു.
നസ്ർ എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുക. ഹാദിൽ ലോത്തിൽ മുബാറക്കാന ഈ അനുഗ്രഹീതമായ ഈ നല്ല ഭാഷയെ പ്രചരിപ്പിച്ചതിൽ. ഇനി വാന മുത്തഅജ്ജിബുൻ ഞാൻ അത്ഭുതപ്പെടുന്നു ബിമാ അലിംതു ഞാൻ അറിഞ്ഞപ്പോൾ എന്ത് അന്ന ഹാദിഹിൽ ലോത്ത നിക്ഷയം ഈ ഭാഷ തുദർരിസുഹുന ഇവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഭാഷ പഠിപ്പിക്കപ്പെടുന്നു ഇവിടെ എവിടെയെല്ലാം ഫി റൗലാത്തിൽ ലത്തുഫാലി എന്ന് പറഞ്ഞാൽ നഴ്സറികളിൽ എന്നാണ്. റൗലാത്തുൽ ലത്തുഫാൽ ചെറിയ കുട്ടികളുടെ എന്താണ് പഠനശാലക്കാണ് റൗലാത്തുൽ ലത്തുഫാൽ എന്ന് പറയുക. അതായത് നമ്മുടെ KG LKG UKG തലത്തിലൊക്കെയുള്ള വിദ്യാഭ്യാസത്തിനാണ് എന്ത് പറയുക റൗലാത്തുൽ ലത്തുഫാൽ എന്ന് പറയുക. അപ്പോൾ ഈ ഭാഷ അഥവാ അറബി ഭാഷ ഇവിടെ ചെറിയ കുട്ടികൾക്ക് നഴ്സറികളിൽ പഠിപ്പിക്കപ്പെടുന്നു. അതുപോലെ വൽ മദാരിസി സ്കൂളുകളിലും വൽ കുല്ലിയാത്തി കോളേജുകളിലും വൽ ജാമിയാത്തി യൂണിവേഴ്സിറ്റികളിലും സർവകലാശാലകളിലും. അപ്പോൾ സർവകലാശാലകളിലും കോളേജുകളിലും സ്കൂളുകളിലും അതുപോലെ നഴ്സറികളിലും ഈ അറബി ഭാഷ പഠിപ്പിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെടുന്നവനാണ്. വാന മുതഅജ്ജിബുൻ ഞാൻ അത്ഭുതപ്പെടുന്നു. وكلنا نعرف أن تاريخ اللغة العربية في ولاية كيرلا لا يتم إلا بتذكر الملك شري مولم تيرونال ووكم عبد القادر المولوي وسيد سيتش محمد كويا وغيرهم. فالرجاء من الإخوة الكرام انتهاز هذه الفرص الثمينة لدراسة اللغة العربية والاستفادة منها. നോക്കൂ വക്കുല്ലുനാ നാരിഫ് നമുക്കറിയാം അല്ലേ, പ്രസംഗത്തിലിടക്കൊക്കെ അങ്ങനെ സൂചിപ്പിക്കുമല്ലോ. നമുക്കറിയാം, അതാണ് വക്കുല്ലുനാ നാരിഫ് നമുക്കറിയാം അന്ന താരീഖ ലോകത്തിൽ അറബിയ നിക്ഷയം അറബി ഭാഷയുടെ ചരിത്രം അറബിക് ഭാഷയുടെ ഹിസ്റ്ററി ഫി വിലായത്തി കേരള കേരള സംസ്ഥാനത്ത് കേരള സ്റ്റേറ്റിൽ ലാ യത്തിമു അത് പരിപൂർണമാവുകയില്ല ഇല്ലാ ബി തദക്കുരിൽ മലിക്കി ശ്രീ മൂലം തിരുനാൾ ചക്രവർത്തിയെ പറയാതെ. അപ്പോൾ അറബി ഭാഷ ഇന്ന് വളരെ പ്രചാരം നേടിയിരിക്കുന്നു. കേരളത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും അറബി ഭാഷ പഠിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഈ അറബി ഭാഷയെപ്പറ്റി പറയുമ്പോൾ കേരളത്തിൽ അറബി ഭാഷയുടെ പ്രാധാന്യത്തെപ്പറ്റി പറയുമ്പോൾ ശ്രീ മൂലം തിരുനാൾ ചക്രവർത്തിയെ സ്മരിക്കാതെ അത് പരിപൂർണമാവുകയില്ല എന്നാണ് പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കൂ വക്കുല്ലുനാ നാരിഫ് നമുക്കറിയാം അന്ന താരീഖൽ ലോകത്തിൽ അറബിയ അറബി ഭാഷയുടെ ചരിത്രം എവിടെ ഫി വിലായത്ത് കേരളത്തിൽ ലാ യത്തിമു അത് പരിപൂർണമാവൂല ഇല്ലാ ബി തദക്കുരി അൽ മലിക് ശ്രീ മൂലം തിരുനാൾ രാജാവിനെ പറ്റി പറയാതെ അത് പരിപൂർണമാവൂല. പിന്നെ ആരെ പറ്റിയും വക്കം അബ്ദുൽ ഖാദിർ അൽ മൗലവി വക്കം അബ്ദുൽ ഖാദിർ മൗലവിയെയും സയ്യിദ് CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെയും വൈരിഹിം മുതലായ തുടങ്ങിയുള്ള. അപ്പോൾ ശ്രീ മൂലം തിരുനാൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി അതുപോലെ CH മുഹമ്മദ് കോയ വൈരിഹിം തുടങ്ങിയുള്ള നേതാക്കളെ സ്മരിക്കാതെ കേരളത്തിലെ അറബി ഭാഷയുടെ ചരിത്രത്തെപ്പറ്റി നമുക്ക് പറയാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. ഇനി ഫർറജാഉ മിനൽ ഇഖ്വത്തിൽ കിറാം എൻ്റെ മാന്യ സഹോദരങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മിനൽ ഇഖ്വത്തിൽ കിറാം എൻ്റെ മാന്യരായ അല്ലെങ്കിൽ ആദരണീയരായ എൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് ഇൻതിഹാസു ഹാദിഹിൽ ഫുറസ്വി സെമീന ഈ അമൂല്യമായ സെമീനൻ്റെ അർത്ഥം വിലപിടിച്ച എന്നാണ്. ഈ അമൂല്യമായ അവസരം ഇൻതിഹാസിൻ്റെ അർത്ഥം ഉപയോഗിക്കുക എന്നാണ്, ഉപയോഗപ്പെടുത്തണം. എന്തിന് ലിദിറാസത്തിൽ ലോകത്തിൽ അറബിയ അറബി ഭാഷ പഠിക്കാനും വൽ ഇസ്തിഫാദത്തി മിൻഹ അതിൽ നിന്ന് പ്രയോജനമെടുക്കാനും. അതുകൊണ്ട് എൻ്റെ മാന്യ സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ അറബി ഭാഷ പഠിക്കാനും അതിൻ്റെ പ്രയോജനം എടുക്കാനും വേണ്ടി നിങ്ങൾ ഈ അവസരം വിനിയോഗിക്കണം, അതിനുവേണ്ടി ഉപയോഗിക്കണം. أنا أذكركم في هذه المناسبة أن أبواب العالم قد فتحت أمامكم بوظائف في مختلف المجالات فلعلكم ستكونون غدا معلمين أو مهندسين أو أطباء أو صحافيين فإذا كان عندكم الملكة في اللغة العربية والمهارة فيها فالفرص أمامكم مفتوحة ودامت العربية عزا لكم وشرفا لشخصيتكم والله يحفظكم ويرعاكم والسلام عليكم. നോക്കൂ അന ഉദക്കിറുക്കും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദക്കറ യുദക്കിറു എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക എന്നാണ്. അപ്പോൾ അന ഉദക്കിറുക്കും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഫി ഹാദിഹിൽ മുനാസബത്തി ഈ സന്ദർഭത്തിൽ ഈ അവസരത്തിൽ അന്ന അബുവാബൽ ആലമി നിക്ഷയം
ലോകത്തിൻ്റെ കവാടങ്ങൾ. ആലം വേൾഡ്, ബാബ് അബുവാബ് നിങ്ങൾക്കറിയാം, ഡോറ് കവാടം. അപ്പോൾ ലോകത്തിൻ്റെ വാതിലുകൾ ഖദ് ഫുത്തിഹത്ത് അമാമക്കും നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ബി വലായിഫ ജോലികൾ കൊണ്ട്, വലീഫത്ത് വലായിഫ് എന്ന് പറഞ്ഞാൽ ജോബ് എന്നാണ്, തൊഴിലുകൾ കൊണ്ട്, ഫി മുഖ്തലിഫിൽ മജാലാത്തി വ്യത്യസ്ത മേഖലകളിൽ, മജാലാത്ത് മേഖല. അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ തൊഴിലവസരങ്ങളെ കൊണ്ട് ലോകത്ത് വാതിലുകൾ മലർക്കെ തുറന്നു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫലഅല്ലക്കും സതകൂനൂന ഗദൻ മുഅല്ലിമീൻ, ഈ കുട്ടികളെ, വിദ്യാർത്ഥികളെ, നിങ്ങൾ നാളെ ചിലപ്പോൾ ടീച്ചേഴ്സ് ആവാം, അധ്യാപകരായി തീരാം. ഫലഅല്ലക്കും നിങ്ങളായേക്കാം, സതകൂനൂന നിങ്ങളായിത്തീർന്നേക്കാം, ഗദൻ നാളെ, മുഅല്ലിമീന ആരായേക്കാം, അധ്യാപകരായേക്കാം, ഔ മുഹന്ദിസീന അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയർമാർ ആയേക്കാം, മുഹന്ദിസീൻ, ഔ അത്തിബ അല്ലെങ്കിൽ ഡോക്ടർമാർ, ഡോക്ടേഴ്സ് ആയേക്കാം, ഔ സുഹാഫിയീൻ അല്ലെങ്കിൽ ജേർണലിസ്റ്റ്, പത്രപ്രവർത്തകർ ആയേക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിലും കുട്ടികളെ, നാളെ നിങ്ങൾ മുഅല്ലിമീന ടീച്ചേഴ്സ്, അതുപോലെ മുഹന്ദിസീൻ എഞ്ചിനീയർമാർ, ഔ അത്തിബ ഡോക്ടർമാർ, ഔ സുഹാഫിയീൻ അല്ലെങ്കിൽ പത്രപ്രവർത്തകർ, ജേർണലിസ്റ്റ് ഒക്കെ നിങ്ങളായി തീർന്നേക്കാം. ഫൈദാ കാന ഇൻദക്കും, ഈ അവസരത്തിൽ ഫൈദാ കാന ഇൻദക്കും അൽ മലക്കത്ത് ഫിൽ ലോകത്തിൽ അറബിയ, നിങ്ങൾക്ക് അറബി ഭാഷയിൽ കഴിവുണ്ടെങ്കിൽ, മലക്കത്തിൻ്റെ അർത്ഥം നൈപുണ്യം, ശേഷി എന്നൊക്കെയാണ്. ഫൈദാ കാന ഇൻദക്കും നിങ്ങൾക്കുണ്ടെങ്കിൽ അൽ മലക്കത്തു ശേഷിയുണ്ടെങ്കിൽ ഫിൽ ലോകത്തിൽ അറബിയ അറബി ഭാഷയിൽ, വൽ മഹാറത്തു ഫിഹ അതിലുള്ള നൈപുണ്യവും, മഹാറാത്ത് എന്ന് പറഞ്ഞാൽ അതിലുള്ള നല്ല കഴിവ് എന്നാണ് നൈപുണ്യം. അപ്പോൾ അറബി ഭാഷയിലുള്ള അത് കൈകാര്യം ചെയ്യാനുള്ള നൈപുണ്യവും അതിനുള്ള മലക്കത്ത്, അതിനുള്ള ശേഷിയും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫൽ ഫുറസു അമാമക്കും മഫ്തൂഹ നിങ്ങൾക്ക് മുമ്പിൽ അവസരങ്ങൾ, ചാൻസുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ഫൽ ഫുറസു അവസരങ്ങൾ, അമാമക്കും നിങ്ങളുടെ മുമ്പിൽ, മഫ്തൂഹത്തിന് തുറക്കപ്പെട്ടതാണ്. അപ്പോൾ അറബി ഭാഷ നന്നായി പഠിച്ച് അതിൽ നൈപുണ്യം നേടിയാൽ, അതിൽ നല്ല കഴിവ് നേടിയാൽ, അതുമായി ബന്ധപ്പെട്ട വിവിധ ജോലികൾക്ക് നിങ്ങളുടെ മുമ്പിൽ കവാടങ്ങൾ, വാതിലുകൾ മലർക്കെ തുറന്ന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അറബി ഭാഷ പഠിക്കാൻ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കണം. വദാമത്തിൽ അറബിയത്തു ഇസ്സല്ലക്കും അറബി ഭാഷ നിങ്ങളുടെ അഭിമാനമായി തീരട്ടെ. ഇസ് അഭിമാനം, വദാമത്തിൽ അറബിയത്തു അറബി ഭാഷ ആവട്ടെ, ഇസ്സല്ലക്കും നിങ്ങളുടെ അഭിമാനമാവട്ടെ, വശറഫല്ലി ഷഖ്സുയത്തിക്കും നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വമാകട്ടെ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ, ഷഖ്സുയത്തിൻ്റെ മഹത്വവും അതുപോലെ ഇസ് അഭിമാനവും അറബി ഭാഷ ആയിത്തീരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. വല്ലാഹു യഹ്ഫളുക്കും വയർആക്കും ദൈവം അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ. വല്ലാഹു യഹ്ഫളുക്കും വയർആക്കും അത് പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ കൊടുത്തൊരു ഭാഗമാണ്. വല്ലാഹു യഹ്ഫളുക്കും വയർആക്കും ദൈവാനുഗ്രഹം നിങ്ങളിൽ കടാക്ഷിക്കട്ടെ, ഉണ്ടാവട്ടെ. വസ്സലാമു അലൈക്കും. അതോടുകൂടി ഈ ഖുതുബ, ഈ സ്പീച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പാഠത്തിൽ നിന്ന് നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ടത് ഒരു പ്രസംഗം ഉണ്ടാക്കാനുള്ള രൂപമാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പ്രസംഗം പഠിച്ചിട്ടുണ്ട്. വിവിധ ഭാഷകളിലുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുന്നതാണ്, നിങ്ങൾ പ്രസംഗം അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് ഒരു പ്രസംഗത്തിൻ്റെ അതിൻ്റെ മാതൃകയാണ്, രൂപമാണ്. പരീക്ഷകൾക്ക് പ്രസംഗമുണ്ടാക്കാൻ ചോദിക്കുമ്പോൾ ഒരു വിഷയം കൊടുത്തിട്ട്, ഇവിടെ ഇപ്പോൾ പറഞ്ഞത് അറബി ഭാഷയുടെ പ്രാധാന്യത്തെ പറ്റിയാണ്, അഹമ്മിയത്തിൽ ലോകത്തിൽ അറബിയ. ചിലപ്പോൾ ഇതേ വിഷയം തന്നെ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളുടെ ഒരു ഖുതുബ, ഒരു പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മളിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രസംഗത്തിന് ആദ്യം എന്ത് വേണം? അഭിസംബോധന ചെയ്യുന്ന ഭാഗം വേണം. അതാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തത്, അയ്യുഹൽ ഹഫലുൽ കരീം, മാന്യ സദസ്യരെ. പിന്നെ സലാം, അറബിയിലാകുമ്പോൾ പിന്നെ സലാം. പിന്നെ നമ്മളെ വിഷയം പറയും, അന മസ്റൂൻ ജിദ്ദൻ, അങ്ങനെ നമ്മൾ തുടങ്ങിയത്. മറ്റു രൂപത്തിലൊക്കെ ആവാം. ഇതിൽ പ്രസംഗമുണ്ടാക്കാനുള്ള മറ്റു ആക്ടിവിറ്റികൾ വരുന്നുണ്ട്, അവിടെ നമുക്ക് പറയാം. ഏതായാലും പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ വിഷയം സൂചിപ്പിക്കണം. ഇവിടെ പറഞ്ഞില്ലേ, ലീൽക്കായ് ഖുതുബത്തിൻ ഹൗല അഹമ്മിയത്തിൽ ലോകത്തിൽ അറബി എന്ന് സൂചിപ്പിച്ചല്ലോ. അതുപോലെ ആ പ്രസംഗത്തിൻ്റെ വിഷയം അവിടെ ഫസ്റ്റ് സൂചിപ്പിക്കണം. പിന്നെ ആ വിഷയവുമായി തന്നിരിക്കുന്ന വിഷയവുമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് സംസാരിക്കണം. അങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ വല്ലാഹു യഹ്ഫളുക്കും വയർആക്കും, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും
ലാ ഉരീദു അൻ ഉതവ്വില കലാമി ഹാദ, അല്ലേ, ലാ ഉരീദു അൻ ഉതവ്വില കലാമി ഹാദ വശുക്രൻ വസ്സലാമു അലൈക്കും. ഇങ്ങനെ പ്രസംഗം എന്ത് ചെയ്യണം? അത് അവസാനിപ്പിക്കണം. അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ടത് ഒരു പ്രസംഗത്തിൻ്റെ മാതൃകയാണ്, ഒരു പ്രസംഗം ഉണ്ടാക്കാനുള്ള മോഡലാണ് നാം പഠിക്കേണ്ടത്. അത് നന്നായി അതിൻ്റെ രൂപം മനസ്സിലാക്കുക. ശരി, നമുക്കിതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. നഖറഉൽ ഖുതുബത വ നക്തശിഫു അജ്സാഅഹ. നമുക്ക് പ്രസംഗം വായിക്കാം, അതിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രസംഗത്തിന് ഓരോ ഭാഗങ്ങൾ. അപ്പം നമ്മളിപ്പോൾ ഈ പഠിച്ച പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഒരു പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്ന് അൽ മുഖാത്തബ് എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യപ്പെടുന്നവർ. ആരോടാണ് സംസാരിക്കുന്നതെങ്കിൽ അവരാണ് മുഖാത്തബ്. പിന്നെ അ തൗജീഹ്, അഭിസംബോധനയുടെ വാക്ക് തൗജീഹ്. പിന്നെ അൽ മൗളൂ, ആ പ്രസംഗത്തിൻ്റെ സബ്ജക്റ്റ്, വിഷയം. പിന്നെ അൽ ഇഖ്തിതാം, അതിൻ്റെ പൂർത്തീകരണം, അവസാനിപ്പിക്കുന്ന ഭാഗം. ഇങ്ങനെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തി എഴുതാനാണ് നാം പഠിച്ച പ്രസംഗത്തിൽ നിന്ന്. എന്നാൽ പറയൂ ഭാഗം അൽ മുഖാത്തബ്. ഇവിടെ അഭിസംബോധന ചെയ്യപ്പെടുന്നവർ ആരാണ്? ആരോടാണ് സംസാരിക്കുന്നത്? അതെ, വിദ്യാർത്ഥികളോടാണ്, സ്റ്റുഡൻസിനോടാണ്. അപ്പോൾ എന്ത് ചെയ്താം? ആ തുല്ലാബ്. ഇവിടെ പ്രസംഗത്തിൽ നേരിട്ട് കാണൂല, പക്ഷേ ഇവിടെ പ്രസംഗകൻ സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നാളെ അധ്യാപകരാവാം, എഞ്ചിനീയർമാരാവാം, ഡോക്ടർമാരാവാം, പത്രപ്രവർത്തകരാകാം, മറ്റു പലരുമാവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ആരോടാണ്? വിദ്യാർത്ഥികളോടാണ്. അപ്പോൾ അവിടെ മുഖാത്തബിൻ്റെ അവിടെ എന്ത് ചെയ്താം? അത്തുല്ലാബ് എന്ന് എഴുതാം. അത്തുല്ലാബ്. ഇനി ആ തൗജീഹ്, അഭിസംബോധനയുടെ വാക്ക് എന്താണ്? ഇവിടെ സൂചിപ്പിച്ചത് എന്താണ്? അയ്യുഹൽ ഹഫലുൽ കരീം, അല്ലേ, മാന്യ സദസ്യരെ. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. തൗജീഹ് എന്താണ്? അയ്യുഹൽ ഹഫലുൽ കരീം. ഇനി അൽ മൗളൂ, ഈ പ്രസംഗത്തിൻ്റെ വിഷയം എന്താണ്? അതെ, അഹമ്മിയത്തുൽ ലുഗത്തിൽ അറബിയ. ഹൗല എന്നതിന് ശേഷമുള്ള ഭാഗം അഹമ്മിയത്തുൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയുടെ പ്രാധാന്യം. അതാണ് ഈ പിന്നെ സ്പീച്ചിൻ്റെ അതിൻ്റെ സബ്ജക്റ്റ്, വിഷയം. ഇനി അൽ ഇഖ്തിതാം, അതിൻ്റെ എൻഡ്, അതിൻ്റെ പൂർത്തീകരണം, ഉപസംഹാരം. എങ്ങനെയാണ് പ്രസംഗത്തിൻ്റെ? വല്ലാഹു യഹ്ഫളുക്കും വയറആക്കും വദാമത്തിൽ അറബിയത്തു ഇസ്സൻ ലക്കും. അത് വേണമെന്നില്ല, സലാമിൻ്റെ തൊട്ടുമുള്ള പിന്നെ വാക്കുകൾ, വാചകങ്ങൾ എഴുതിയാൽ മതി. വല്ലാഹു യഹ്ഫളുക്കും വയറആക്കും. ഇതാണ് പ്രസംഗത്തിൻ്റെ എന്ത്? ഇഖ്തിതാം, അതിൻ്റെ പൂർത്തീകരണം. ഇതാണ് ഒരു പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. മുഖാത്തബ്, തൗജീഹ്, മൗളൂ, അൽ ഇഖ്തിതാം. ഇനി നഖ്റഉ വ നുലാഹിദുൽ മവാഖിഫ വ തൗജീഹാത്തിൽ മുഖ്തലിഫ വ നഖ്താറുൽ ഔഫഖ്. ഇവിടെ നമ്മളിപ്പോൾ കുറേ തൗജീഹ് വായിച്ചല്ലോ. തൗജീഹ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തതൊക്കെ എന്താണ്? തൗജീഹുകളാണ്, തൗജീഹാത്തുകളാണ്. ഫസ്റ്റ് കോളത്തിൽ കൊടുത്തതൊക്കെ എന്താണ്? മവാഖിഫാണ്, സന്ദർഭങ്ങളാണ്. അപ്പോൾ ഓരോ സന്ദർഭത്തിനും യോജിച്ചത് രണ്ടാമത്തെ കോളത്തിൽ നിന്ന് എന്ത് ചെയ്യണം? തിരഞ്ഞെടുത്ത് എഴുതണം, മാച്ച് ചെയ്യണം. നോക്കൂ, ഹഫ്ലത്തുൻ നിസാ, ഞാൻ ഫസ്റ്റ് കോളത്തിലുള്ള ആദ്യം വായിക്കുന്നത്. ഹഫ്ലത്തുൻ നിസാ, സ്ത്രീകൾ മാത്രമുള്ള ഒരു മീറ്റിംഗ്. ഹഫലത്തിൻ്റെ അർത്ഥം യോഗം എന്നാണ്, മീറ്റിംഗ്. അപ്പോൾ ലേഡീസ് മാത്രമുള്ള ഒരു മീറ്റിംഗ് ആണ്, ഒരു യോഗമാണ്. അവിടെ എങ്ങനെ അഭിസംബോധന ചെയ്യും? അത് ഈ ബി കോളത്തിലുണ്ടാവും, അത് തിരഞ്ഞെടുത്ത് എഴുതണം. 2, ഹഫ്ലത്തുൻ ഫിൽ മദ്രസ, സ്കൂളിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്, സ്കൂളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു മീറ്റിംഗ് ആണ്. 3, ഹഫ്ലത്തുൻ സിയാസിയ, ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് ആണ്, ഒരു രാഷ്ട്രീയ യോഗമാണ്. അവിടെ എങ്ങനെ അഭിസംബോധന ചെയ്യുക? ഇനി ജമീ ഉൽ ഹഫൽ, എല്ലാ യോഗങ്ങളും. അപ്പോൾ കോമൺ ആയിട്ടുള്ള എന്താണ്? യോഗങ്ങളാണ്. അവിടെ എങ്ങനെ പറയും? ജമീ ഉൽ ഹഫൽ തന്നെ എല്ലാ മീറ്റിങ്ങുകളും എന്നാണ്. അപ്പോൾ ഇവിടെ ഓരോ സന്ദർഭങ്ങളാണ് പറഞ്ഞത്. വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള യോഗം നടക്കുമ്പോൾ അവിടേക്ക് എങ്ങനെ അഭിസംബോധന ചെയ്യും എന്നാൽ പറയൂ. ഹഫലത്തുൻ നിസാ, നമുക്ക് ബി കോളത്തിലുള്ളത് വായിക്കാം, എന്നിട്ട് കണ്ടെത്താം. അയ്യത്തുഹൽ അസീസാത്ത്, എൻ്റെ പ്രിയങ്കികളായ സുഹൃത്തുക്കളെ എന്നാണ്. പിന്നെ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ. അയ്യുഹത്തുല്ലാബുൽ അഇസ്സാ വ ത്വാലിബാത്തുൽ അസീസാത്ത്, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. അയ്യുഹൽ ഹഫലുൽ കരീം, മാന്യ സദസ്യരെ. അയ്യുഹൽ മുവാത്തിനൂൻ, നാട്ടുകാരെ അല്ലെങ്കിൽ
എൻ്റെ പ്രിയപ്പെട്ട പൗരന്മാരെ, അയ്യുഹൽ മുവാത്തിനൂൻ. ഇനി പറയൂ, ഹഫ്ലത്തുൻ നിസാ ഏതാ വരിക? അതെ, ഫസ്റ്റ് തന്നെയാണ് വരിക. അയ്യത്തുഹൽ അസീസാത്ത്, എൻ്റെ പ്രിയങ്കരികളായ സുഹൃത്തുക്കളെ, സ്ത്രീകളെ. അപ്പോൾ ഹഫ്ലത്തുൻ നിസാ എന്നുള്ളതിന് അയ്യത്തുഹൽ അസീസാത്ത്. ഇനി ഹഫ്ലത്തും ഫിൽ മദ്രസക്ക് ഏതാ വരിക? അതെ, അയ്യുഹത്തുല്ലാബുൽ അഅ്സാ വ ത്വാലിബാത്തിൽ അസീസാത്ത് ആണല്ലോ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ഇനി ഹഫ്ലത്തുൻ സിയാസിയ, ഒരു രാഷ്ട്രീയ യോഗമാണെങ്കിൽ, പൊളിറ്റിക്കൽ മീറ്റിംഗ് ആണെങ്കിൽ അതിലെങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക? പറയൂ. അതെ, അയ്യുഹൽ മുവാത്തിനൂൻ അല്ലേ, എൻ്റെ പൗരന്മാരെ അല്ലെങ്കിൽ നാട്ടുകാരെ എന്നൊക്കെ. മുവാത്തിനൂൻ. ഇനി ജമീഉൽ ഹഫൽ, കോമൺ ആയിട്ടുള്ള യോഗമാണ്, പൊതുവായിട്ടുള്ള ഒരു യോഗമാണ്. അതിലെങ്ങനെ അഭിസംബോധന ചെയ്യും? അയ്യുഹൽ ഹഫലുൽ കരീം അല്ലേ. നമ്മൾ പഠിച്ച പ്രസംഗത്തിൽ അങ്ങനെയാണ് എന്ത് ചെയ്തത്, പിന്നെ തൗജീഹ് ചെയ്തത്, അഭിസംബോധന ചെയ്തത്, അയ്യുഹൽ ഹഫലുൽ കരീം. അപ്പോൾ എല്ലാ യോഗങ്ങളിലും പറയാൻ പറ്റുന്ന ഒരു വാചകമാണ് എന്ത്? അയ്യുഹൽ ഹഫലുൽ കരീം, എൻ്റെ മാന്യ സദസ്യരെ. അപ്പോൾ ഇതിൽ വരാത്ത ഒന്നുണ്ട്, ഏതാണത്? അയ്യുഹൽ മോമിനൂൻ അല്ലേ, സത്യവിശ്വാസികളെ. അതെവിടെ പറയാം? അതെ, മോമിനീങ്ങൾ അല്ലേ, മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു യോഗമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുകയാണ് അല്ലേ. ഇപ്പോൾ പള്ളികളിലൊക്കെ വെച്ച് നടക്കുന്ന പരിപാടിയാണെങ്കിൽ അവിടെ എങ്ങനെ അഭിസംബോധന ചെയ്യാം? അയ്യുഹൽ മോമിനൂൻ അല്ലേ. നമുക്കറിയാം ജുമുഅ പോലെയുള്ള ഖുതുബകളിലുമൊക്കെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അയ്യുഹൽ മോമിനൂൻ, മോമിനീങ്ങളെ എന്ന്. അപ്പോഴാണ് മോമിനീങ്ങൾ മാത്രമുള്ളൊരു യോഗത്തിലാണെങ്കിൽ അവിടെ അയ്യുഹൽ മോമിനൂൻ എന്ന് അഭിസംബോധന ചെയ്യാം. അതിവിടെ ഇല്ല. ബാക്കിയെല്ലാം കണ്ടല്ലോ. ഓക്കെ, എന്നാൽ അടുത്ത പ്രവർത്തനത്തിലേക്ക് നോക്കൂ. നഖ്റഉൽ ഖുതുബത, നാം പഠിച്ച പ്രസംഗം വായിക്കുക. വനക്തശിഫു മിൻഹ ഇംകാനിയാത്തി താലീമിൽ ലുഗത്തിൽ അറബിയ, എന്നിട്ട് അറബി ഭാഷ പഠനത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്തുക. പഠിച്ച പാഠം വായിച്ച് നക്തഷിഫു നമ്മൾ കണ്ടെത്താം. മിൻഹ, അതിൽ നിന്ന് ഇംകാനിയാത്തിൻ്റെ എന്താ? സൗകര്യങ്ങൾ. താലീമിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷ പഠനത്തിൻ്റെ സൗകര്യങ്ങളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അത് പഠിച്ചാലുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് നമുക്ക് വാചകങ്ങൾ കണ്ടെത്താം. ഒന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, എന്താണ്? അൽ മഖ്ദറത്തു ലിൽ ഖിറാഅത്തിൽ മുഫീദത്തി ബിൽ ലുഗത്തിൽ അറബിയ. എന്താർത്ഥം? അൽ മഖ്ദറത്തു, കഴിവുണ്ടാവും, ലിൽ ഖിറാഅത്തിൽ മുഫീദത്തി, പ്രയോജനപ്രദമായ വായനക്ക്, ബിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ. അപ്പോൾ അറബി ഭാഷയിൽ എന്ത് കണ്ടാലും അല്ലേ, ബുക്സുകളോ മാസികകളോ മറ്റ് പ്രസിദ്ധീകരണങ്ങളൊക്കെ കണ്ടാൽ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും അറബി ഭാഷ പഠിച്ചാൽ. അത് അതിൻ്റെ ഒരു സാധ്യതയാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇവിടെ ഖിറാഅത്താണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ രണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇതേപോലെ തന്നെ അൽ മഖ്ദറത്തു ലിൽ കിതാബത്തി അല്ലേ, ഖിറാഅത്തിൻ്റെ സ്ഥാനത്ത് കിതാബത്തി എന്ന് ചേർക്കാലോ, എഴുതാൻ റൈറ്റിങ്ങിനുള്ള കഴിവുണ്ടാവും. അൽ മഖ്ദറത്തു ലിൽ കിതാബത്തിൽ മുഫീദത്തി ബിൽ ലുഗത്തിൽ അറബിയ അല്ലേ, അറബി ഭാഷയിൽ നന്നായിട്ട് എഴുതാനുള്ള കഴിവുണ്ടാവും. ഇതുപോലെ ഉള്ളതാണ് എഴുതേണ്ടത് അല്ലേ. പ്രാസംഗികൻ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുടെ കവാടങ്ങൾ, വാതിലുകൾ തുറന്നിരിക്കുന്നു എന്ന് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അതൊക്കെ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താം? അൽ വലായിഫ് അല്ലേ, വലീഫത്ത് എന്ന തൊഴിൽ എന്നായിരുന്നല്ലോ, ജോബ്, അതിൻ്റെ ജമ്മു വലായിഫ്. അപ്പോൾ അൽ വലായിഫു ഫി മുഖ്തലിഫിൽ മജാലാത്ത്, വ്യത്യസ്ത മേഖലകളിലുള്ള തൊഴിലിനുള്ള അവസരമുണ്ട് അറബി ഭാഷ നന്നായിട്ട് പഠിച്ചാൽ. അൽ വലായിഫു ഫി മുഖ്തലിഫിൽ മജാലാത്ത്. പിന്നെ അതുപോലെ തർജുമത്തുൽ കിതാബി വ തഅരീബിഹ അല്ലേ, ട്രാൻസ്ലേഷൻ ചെയ്യാൻ, വിവർത്തനം ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ അറബിയിൽ നിന്ന് ഇതര ഭാഷകളിലേക്ക് തർജുമ ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതുപോലെ വ തഅരീബിഹ, ഇതര ഭാഷകളിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഉള്ള കഴിവുണ്ടാവും. എങ്ങനെയായാലും അറബി ഭാഷ നന്നായിട്ട് പഠിച്ചാൽ തർജുമത്തുൽ കിതാബി വ തഅരീബിഹ, അപ്പോൾ പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും, അറബിയിൽ നിന്ന് വേറെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനും, അതുപോലെ താരീബിഹ, ഇതര ഭാഷകളിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ടാവും. അപ്പോൾ 2-3 ഇപ്പോൾ പറഞ്ഞു. ഇതുപോലെ അറബി ഭാഷ പഠിച്ചാലുള്ള സാധ്യതകളെപ്പറ്റി എന്താണ് ഒരു പട്ടിക തയ്യാറാക്കുക. നമുക്കറിയാം കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് അല്ലേ, അതിൻ്റെയൊക്കെ ഭാഷയാണ് ഇന്ന് അറബി. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാവും എന്നൊക്കെ നമുക്ക് എഴുതാം.
ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടറൊക്കെ നന്നായി ഉപയോഗിക്കാൻ, അറബിയിൽ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാവും. അതുപോലെ ഖുർആനിൻ്റെ ആയത്തുകളുടെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവുണ്ടാവും. ആയത്തുകൾ വിശദീകരിക്കാനും അതുപോലെ ഹദീസുകളെ പറ്റിയുള്ള പഠനം നടത്താനൊക്കെ ഉള്ള കഴിവ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഇംകാനിയാത്തുകൾ, സാധ്യതകൾ അറബി ഭാഷ പഠിച്ചാൽ ഉണ്ട്. ബാക്കി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്വന്തം എഴുതുക. നഅം തുല്ലാബി അൽ അഅ്സാ അൽയൗം നഖ്തതിമു അദ്ദർസ ഹുനാ വഅലൈക്കും അൻ തഖറഉ അദ്ദർസ മിൻ ബുയൂത്തിക്കും വഅൻ തക്തുബുൽ വാജിബാതി അൽ മൻസിലി മിൻ ബുയൂത്തിക്കും. വിദ്യാർത്ഥികളെ, നമ്മുടെ ക്ലാസ് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്നെടുത്ത പാഠം വീട്ടിൽ നിന്ന് വായിക്കുകയും ഇതിലുള്ള തദ്രീബാത്തുകൾ, ആക്ടിവിറ്റികൾ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.